ഡൽഹിയിലെ പോലീസ് കോൺസ്റ്റബിളിന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. റോക്കി എന്ന രാഘവാണ് കൊല്ലപ്പെട്ടത്. പോലീസ് റോക്കിയോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും റോക്കി പോലീസുകാർക്ക് നേരെ വെടിയുതിർത്തു. ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ പ്രതിയെ പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണപ്പെടുകയായിരുന്നു. അർജുൻ പീതാംബരനുണ്ട് വിവരങ്ങൾ നൽകാൻ. അർജുൻ, ഏറ്റുമുട്ടൽ എങ്ങനെയായിരുന്നു? വിവരങ്ങൾ. പ്രതീക്ഷ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഈ രാത്രി പെട്രോളിങ്ങിനിടെ ഗോവിന്ദ്പുരി പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിളായിരുന്ന കിരൺ പാലിനെ 3 അംഗ സംഘം കുത്തി കൊലപ്പെടുത്തിയത്. ഒരു സ്കൂട്ടിയിൽ പോവുകയായിരുന്നു 3 അംഗ സംഘം. ആ സംഘത്തെ തടഞ്ഞ കോൺസ്റ്റബിളിനെയാണ് വാക്കുതർക്കത്തിന് ശേഷം ഈ വ്യക്തി റോക്കി എന്ന് പറയുന്ന രാഘവ് കുത്തിക്കൊലപ്പെടുത്തിയത്. അതിൽ 2 പേരെ നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ രാഘവ് എന്ന പറയുന്ന വ്യക്തി ഒളിവിലായിരുന്നു. ആ വ്യക്തിയെയാണ് കഴിഞ്ഞ ദിവസം സംഘവിഹാറിലേക്ക് പോലീസ് ട്രേസ് ചെയ്ത് എത്തിയത്. പക്ഷേ കീഴടങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും പ്രതി തയ്യാറായില്ല. മാത്രമല്ല പ്രതിയുടെ കയ്യിലൊരു തോക്കുണ്ടായിരുന്നു. ആ തോക്ക് ഉപയോഗിച്ച് പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് പറയുന്നത്. ഒരു ആത്മരക്ഷാർത്ഥമാണ് പോലീസ് തിരിച്ചു വെടിവെച്ചത്. 3 തവണ വെടിയേറ്റിട്ടുണ്ട് ഈ പ്രതിക്ക്. തൊട്ടടുത്ത് ഉടനെ തന്നെ ഓക്ലൻഡിലെ ആശുപത്രിയിലേക്ക് ഈ പ്രതിയെ കൊണ്ടുപോയി. പക്ഷെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഈ രാഘവ് എന്ന് പറയുന്ന ആ പ്രതിയെ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ആ പ്രതിയുടെ മരണം എന്തായാലും സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പുലർച്ചെയായിരുന്നു ഈ ഏറ്റുമുട്ടൽ സംഘവിഹാറിൽ ഉണ്ടായത്. ആ പ്രതി അവിടെ ഒളിവിലുണ്ട് എന്നുള്ള കാര്യം ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അവിടേക്ക് എത്തുന്നതും തിരച്ചിൽ ആരംഭിക്കുന്നതും. ഈ പ്രതി കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് പോലീസിനെ ആക്രമിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. ശരി, അർജുനാണ് വിവരങ്ങൾ നൽകിയത്.